ഓറഞ്ച് സീസൺ ആണെങ്കിൽ ഒരു 2 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. തുറന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യവും അങ്കിളിനെ പേഴ്സണലി അറിയുന്ന ഒരാൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് പോയി തിരക്ക് അല്ലെങ്കിൽ നിങ്ങൾ ജയപ്രകാശ് രശ്മി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. ഫുഡ് റേറ്റിനെ ബേസ് ചെയ്തിട്ട് അവരുടെ മകള് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ലേറ്റ് മാരേജ് കഴിച്ച ജയപ്രകാശ് ഏട്ടനും രശ്മിയും ഇവർ രണ്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഒരു ദിവസത്തെ പരിപാടി എന്തൊക്കെയാണ്, ഇവരുടെ ഫുഡ് എന്തൊക്കെയാണ്, ഇവരെന്തോ കഴിക്കുന്നുള്ളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ആ വ്ളോഗ് കണ്ടവർക്കും റിയാക്ഷൻ വീഡിയോ കണ്ടവർക്കും വ്യക്തമായിട്ട് അറിയാം ആ അമ്മയ്ക്ക് വായിക്ക് രുചിയായിട്ടുള്ള ആഹാരം കിട്ടുന്നില്ല എന്നും ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം. അത് വ്യക്തമായിട്ട് അവർക്ക് കിട്ടിയ ഒരു അവസരം കിട്ടിയപ്പോഴത്തേന് അത് വ്യക്തമായിട്ട് അവർ പറഞ്ഞു കൊടുത്ത്. അതിപ്പം നമുക്ക് മനസ്സിലാവുന്ന മാത്രമല്ല, ഭർത്താവായിട്ട് നിൽക്കുന്ന ജയേട്ടനും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം അതുപോലെ പറഞ്ഞതെന്ന് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പം കുറച്ചധികം നെഗറ്റീവുകൾ അവർക്കും വന്നു, ഈ വീഡിയോ ഇട്ടുള്ള പെൺകുട്ടിക്ക് വന്നു. എന്നാൽ ഈ പെൺകുട്ടി ഇതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അധികം നീട്ടിക്കൊണ്ട് പോകാതെ പെൺകുട്ടി കൊടുത്തുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് കാണാം. ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നു. എന്തോ ഇതുവരെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന പല അസുഖങ്ങളും അമ്മയ്ക്ക് ഇല്ലാണ്ടായി, അമ്മയുടെ വേദനകൾ മാറി, അമ്മയുടെ മാനസികവും ശാരീരികമായിട്ടും അമ്മ ഭയങ്കര എനർജറ്റിക് ആയി വന്നതിന്റെ ഏറ്റവും നല്ല ഒരേ ഒരു കാരണം അങ്കിള് തന്നെയാണ്. അതെനിക്ക് എവിടെ വേണമെങ്കിലും ആരുടെ മുന്നിലും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കാര്യവും അങ്കിളിനെ. ഇങ്ങനെ അല്ലല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അച്ഛൻ നന്നായിട്ടിരിക്കുന്നു, അമ്മ ഭയങ്കരമായിട്ട് മോശമായിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് അമ്മ ഇത്ര മോശമായിട്ടിരിക്കുന്നതെന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊന്നും കിട്ടുന്നില്ല, വായിക്ക് രുചിയായിട്ട് ഫുഡ് കിട്ടുന്നില്ലെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്, അല്ലാതെ കമന്റ് ബോക്സിൽ പറഞ്ഞ ആരും പറഞ്ഞതല്ല, നമ്മളെ പോലുള്ള വീഡിയോ ചെയ്ത ആരും പറഞ്ഞതല്ല അതിനെപ്പറ്റി. പേഴ്സണലി അറിയുന്ന ഒരാൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് പോയി തിരക്ക് അല്ലെങ്കിൽ നിങ്ങൾ അങ്കിളിനെ അറിയാവുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അങ്ങോട്ട് സങ്കടമാണ് അമ്മയുടെ അയ്യോ ആ മനുഷ്യൻ അമ്മേനെ കൊല്ല ചെയ്യുവാണ്, എന്തൊക്കെ ഹെഡിങ്സ് ആണ് വന്നിരിക്കുന്നത്. 2ാം കല്യാണം ഇത് ഭയങ്കര ദുർവിധിയായി പോയി, അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവിന്റെ ശാപമാണോ, എന്റെ പൊന്നോ. ഇതൊക്കെ ചെയ്തിരിക്കുന്ന ഈ ചേട്ടന്മാരുടെ അടുത്തും ചേച്ചിമാരുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യം, കൊല്ലത്താണ് അവർ താമസിക്കുന്നത്. എന്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ഞാൻ അവരുടെ അഡ്രസ്സ് വരെ പറഞ്ഞുതരാം. അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്തോ എല്ലാം തിരക്കും ജയപ്രകാശ് എന്നുള്ള വ്യക്തി എങ്ങനെയാണെന്നുള്ളതും പുള്ളിയുടെ രീതികൾ എങ്ങനെയാണെന്നും. അല്ലെങ്കിൽ അയ്യോ നമുക്കിപ്പം ഇതിപ്പോ ഞാനൊരു വീടിന്റെ സൈഡിൽ ഇരുന്ന വീഡിയോ ഇടുന്ന ഈ വീട്ടിനകത്ത് ചിലപ്പോൾ ഇതുപോലുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ള ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല. നമ്മളെങ്ങനെ അറിയുന്നത്? ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലിട്ട് എടുത്ത് ഇടുമ്പോഴത്തേക്കിന്. ഇപ്പം ഞാനൊരു കാര്യം, ഞാൻ എൻ്റെ ഫുഡ് കാര്യങ്ങളെയാണ്, ഞാൻ എൻ്റെ കൂട്ടിരിക്കുന്ന പാർട്ട്ണർക്ക് ഞാൻ അങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നു പറഞ്ഞിട്ട് വീഡിയോ വരുമ്പോഴത്തേക്കിന് ഞാൻ ആ കൊടുക്കുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ശരിയല്ലാത്ത കാര്യം ആ പെൺകുട്ടി മാത്രമല്ല അറിയുന്നത്, പുറത്ത് വരുന്നുണ്ട്. പുറത്ത് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവർ അഭിപ്രായം പറയും, അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തും. അതിനിപ്പം നമ്മൾ എന്നിട്ട് ഇപ്പം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് നിങ്ങൾ എൻ്റെ അഡ്രസ്സ് തപ്പി എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഇന്ന് ചിക്കനാണോ കഴിച്ചത്, മട്ടനാണോ ഇനി കഴിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ചോറ് കഴിക്കുന്നില്ല എന്ന് പോയി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഇട്ടതുകൊണ്ടാണ് ഇത് ആൾക്കാർ എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യാനും ഇത് ചോദ്യം ചെയ്യാനായിട്ട് വന്നതും അതിൻ്റെ താഴെ ഒരുപാടധികം നെഗറ്റീവ് കമന്റുകൾ നിങ്ങൾക്ക് ഉണ്ടായതും. കാര്യം അതിനകത്തുണ്ട്, അതാദ്യം മനസ്സിലാക്കണം. സഹോദരന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ഉണ്ടല്ലോ അവരുടെ അടുത്ത് പോയി നിങ്ങൾ തിരക്കി നോക്കും, ആ ഫ്ലാറ്റിലെ നെയ്ബേഴ്സിന്റെ അടുത്ത്. അപ്പം മനസ്സിലാവും ആ മനുഷ്യൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പം എനിക്കിതൊന്നും നമുക്ക് ആരുടെ അടുത്തും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഈ വീഡിയോ ഇന്ന് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഞാൻ വെച്ചാൽ എന്തിനു ഈ ക്ലാരിറ്റി കൊടുത്തിട്ട് ഇപ്പൊ എന്നാ കാര്യത്തിനാന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. പക്ഷെ ഇത് എന്റെ അമ്മയ്ക്കൊരു വിഷമം ഫീൽ ചെയ്തു എന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതിനൊരു ക്ലാരിറ്റി മനസ്സിലാവുന്നവർ മനസ്സിലാവും. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവാം. ഈ പുള്ളിക്കാരി അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഫുഡ് കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വെക്കുന്ന ജയപ്രകാശ് എന്ന് പറഞ്ഞാൽ ചേട്ടനോടുള്ള ഇഷ്ടവും താല്പര്യം കൊണ്ടായിരിക്കും. അപ്പം അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഇഷ്ടങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ ആ വീഡിയോയിൽ പങ്കുവച്ചപ്പോഴത്തേക്കിന് അത് അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന വ്യക്തിയിലേക്ക് കുറച്ചധികം നെഗറ്റീവുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആ ഒരു അമ്മയെ സംബന്ധിച്ച് മനസ്സിന് വിഷമം വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം, വ്യക്തമായിട്ട് തന്നെ കൊടുക്കണം. കൊടുക്കരുതെന്നല്ല, കൊടുക്കണം. അതാണ് ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ ചെയ്തതിനകത്ത് തെറ്റുകൾ കണ്ടുപിടിക്കാതെ അമ്മയ്ക്ക് അവിടെ വ്യക്തമായിട്ടുള്ള കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്തു കൊടുക്കുക. അത്രേ ഉള്ളൂ. വായിക്ക് രുചിയായിട്ട് കഴിക്കണ്ടേ, അത്രേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ ചേട്ടന്മാരും ചേച്ചിമാരും ഇതിന് ഇപ്പൊ വേറെ ട്രോൾ വീഡിയോസ് ചെയ്താലും എനിക്കൊന്നുമില്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുമില്ല. കാരണം നിങ്ങൾക്ക് എന്താണെങ്കിലും എന്റെ അച്ഛന്റെയും അല്ലെങ്കിൽ എന്റെ അങ്കിളിന്റെയും എന്റെ അമ്മയടുത്തുമുള്ള സ്നേഹത്തിനെക്കാട്ടിയും കൂടുതൽ ഞങ്ങളെ മക്കൾക്കുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്തായാലും നിങ്ങളുടെ അമ്മയും അച്ഛനെയും നിങ്ങളെക്കാട്ടിയും കൂടുതൽ ഞാൻ സ്നേഹിക്കില്ല. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് എന്റെ അങ്കിളിനെയും അമ്മയും അല്ലെങ്കിൽ എന്റെ അച്ഛനെയും അമ്മയും എന്നെക്കാട്ടിയും കൂടുതൽ നിങ്ങൾ ആരും സ്നേഹിക്കാൻ വരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വരുന്നില്ല. അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുപോയി നോക്കാനും പോകുന്നില്ല. ഒരിക്കലും നടക്കത്തില്ല. അതങ്ങനെ ആരും ചെയ്യുന്നൊരു കാര്യമില്ല. സ്വന്തം മക്കൾ പോലും നോക്കാത്തൊരു സമയം ഇപ്പം. അപ്പൊ പിന്നെ അന്യന്റെ ആൾക്കാർ വന്നിട്ട് നോക്കണോ നമ്മൾ വിചാരിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമാണോ? അല്ല. പക്ഷെ എന്താണെന്നറിയോ, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പുറത്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴത്തേന് എന്നാൽ അത് ശരിയല്ലല്ലോ.
ആ കാണിച്ചത് ശരിയല്ലല്ലോ, ഇത് നിങ്ങൾ പബ്ലിക്കിലെടുത്ത് ഇട്ടതുകൊണ്ടാണ് ആൾക്കാർ പറഞ്ഞത് ഈ കാര്യം ശരിയല്ലല്ലോ എന്നുള്ളൊരു കാര്യം. അല്ല അത് ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്നും നാളെ ഞങ്ങൾ ആ അമ്മയ്ക്ക് പോയിട്ട് ചോറും മീൻകറിയും അവിയലും നമ്മൾ മേടിച്ചു കൊടുക്കാമെന്നും കഴിക്കാനുള്ള ആഹാരങ്ങൾ മൊത്തം അവിടെ എത്തിച്ചു കൊടുക്കാമെന്നൊന്നും ആരും പറയത്തുമില്ല, ആരും പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. കിട്ടാത്ത കാര്യം പറഞ്ഞപ്പം എന്തുകൊണ്ടത് കിട്ടുന്നില്ല, അവരുടെ ആഗ്രഹം അതല്ലേ. അത് മാത്രമാണ് ഈ പറയുന്ന ആൾക്കാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. ഫുഡിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് റുട്ടീന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അത് വളരെ ജെനുവിൻലി ഫുഡ് എങ്ങനെയാണ് ആ ഡയറ്റ് ഒന്ന് പറയാമോ, മേ ബി അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഡെയിലി ലൈഫിൽ അങ്ങനെ ചോദിച്ചതായിരിക്കും. നമ്മുടെ അടുത്തൊക്കെ സജഷൻ ചോദിക്കുള്ളൂ. ഇപ്പൊ എന്റെ 3:30 AM മോർണിംഗ് റുട്ടീൻ കണ്ടിട്ടുള്ള പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എണീക്കുന്നത്, ആ സമയത്ത് എങ്ങനെ എണീക്കാൻ പറ്റും, അല്ലെങ്കിൽ എണീറ്റിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എണീക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ കുറെ ടിപ്സ് ചോദിക്കുന്ന പോലെയാണ് ഞാനും വിചാരിച്ചത് ഡയറ്റ് അങ്ങനെ ചോദിച്ചതായിരിക്കും. അങ്ങനെ വളരെ സത്യസന്ധമായിട്ട്, പ്രത്യേകിച്ചും അങ്കിള് പറയുന്ന ഓരോ വാക്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ മനുഷ്യൻ എത്രത്തോളം ജെനുവിൻ ആണ്, എത്ര സത്യസന്ധമായിട്ടാണ്. ആക്ച്വലി നമ്മൾ ആരും അദ്ദേഹം കള്ളനാണെന്നോ അദ്ദേഹം സത്യസന്ധനല്ലെന്നോ ഈ കാണിക്കുന്ന രീതി ശരിയാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും, അതായത് ചുട്ടയിലെ ശീലം എന്ന് പറയുന്ന ഒരു സാധനം, അത് കൂടെ വന്നൊരു പാർട്ട്ണർക്കും അതേ സാധനം തന്നെ അടിച്ചേൽപ്പിക്കാനായിട്ട് നിൽക്കുന്നു. എന്നാൽ അത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു ചെറിയൊരു അരോചകം ഫീൽ ചെയ്യുന്നുണ്ട്, അത് അവരുടെ സംസാരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പോയിന്റ് ആണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് വീഡിയോസിനകത്ത് കാണിച്ചത്. ഒരു കാര്യം അങ്കിൾ അങ്ങനെ അല്ല എന്ന് പറയണില്ലേ. അപ്പൊ ഇതിലൊന്നും അങ്കിള് ഇന്റർഫിയർ ചെയ്ത് ഞാൻ ഇന്നലെ നിനക്ക് ഫ്രൂട്ട്സ് മേടിച്ച് തന്നില്ലേ, ഇല്ലെങ്കിൽ ഇന്നലെ നിനക്ക് മാങ്ങയും ചക്കി ഇവിടെ കൊണ്ട്. ഇപ്പൊ ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും ആ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിന്റെ അകത്ത് പൊമഗ്രനേറ്റ് ഉണ്ട്, മാങ്ങയുണ്ട്, പഴമുണ്ട്, ഇത്രയും സാധനങ്ങൾ അവിടെ ഇരിക്കുക. അപ്പം സംഭവം എന്ന് വെച്ചാൽ എന്റെ അമ്മ നോർമലി കഴിക്കുന്ന ഒരു രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളല്ല. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛനും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അച്ഛന്റെ വാട്ടവർ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴത്തേന് തൊട്ടപ്പുറത്തെ കടയിൽ ഇതേ പറഞ്ഞ പൊമഗ്രാനൈറ്റും ഫ്രൂട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ എനിക്കത് ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന് ഇത് ഓൾറെഡി ഇത് നെഗറ്റീവ് വരാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് ഒന്ന് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ സാധനങ്ങളുണ്ട് അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ ഇരിപ്പില്ല അമ്മ എന്ന രീതി നിങ്ങൾക്ക് പറയാം. അപ്പോൾ ആ ടോപ്പിക് അവിടെ തീരും. ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവാനും അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവാനും നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോഴല്ല, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു സാധനം ഇടുമ്പോഴല്ലേ. ആ സാധനം ഇടാതിരിക്കാനായിട്ട് ഇത് ഈ Q&A സെക്ഷൻ ചെയ്ത സമയത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു ആൾക്കാർ റിയാക്ട് ചെയ്യേണ്ടി വന്നത്. അച്ഛൻ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറെ ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. അപ്പൊ അച്ഛൻ എന്ന് രാത്രി വരുമ്പോൾ ഒരു വലിയ കിറ്റ് നേരെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വരും. മേ ബി ഓറഞ്ച് സീസൺ ആണെങ്കിൽ ഒരു 2 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. അങ്ങനത്തെ ടീമുകളാണ്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് 2 കിലോ ഓറഞ്ചൊക്കെ ഒറ്റയടിക്ക് രാത്രി എല്ലാ ദിവസവും തിന്നു തീർക്കുന്ന ടീമുകളാ. അത് എന്താ ടീമാ അത്? അരിയും മണ്ണെണ്ണ ഒരുപാട് ചെലവാകുന്ന പരിപാടിയാ. ഫ്രൂട്ട്സിന്റെ ഇതിപ്പോ നമ്മളിപ്പോ കടയിൽ പോയി എത്രയാ, ഞാനൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോ ഓറഞ്ച് ഒന്നും ഞാൻ മേടിക്കത്തില്ല. എനിക്ക് ആവശ്യമുള്ള ഒരു 5, 6 അല്ലെങ്കിൽ 10 ഓറഞ്ച് ഞാൻ മേടിക്കുമായിരിക്കും. അത്രയോ. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് ഒരു 5 കുഞ്ഞ 10 ഓറഞ്ചൊക്കെ ആയപ്പോ തന്നെ ഏകദേശം 2 കിലോ അടുപ്പിച്ചായി കാണും. ദൈവമേ, ഒരു 2, 3, 4 ആപ്പിൾ മേടിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കിലോ കണക്കിനുള്ള ഒരു കണക്ക് നമുക്കില്ല. അപ്പം അങ്കിളും അങ്ങനെയാണ്. അമ്മയ്ക്ക് ഇപ്പൊ അങ്കിളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കാം. അങ്ങനെ. കാരണം അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പ്രത്യേകിച്ചും രോഹിത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്കിളുടെ മൂത്ത മകൻ രോഹിത് ഉള്ളത് പോളണ്ടിലാണ്. രോഹിത്തും വൈഫും ജസ്റ്റിനും ഇവർ രണ്ടുപേരും ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഇവർ രണ്ടുപേരും ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റും അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കണ്ടിട്ട് ഇതിൽ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് രോഹിത്ത് അങ്കിളിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. കാരണം ഒരു അങ്കിളിന് കുറച്ച് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൊളസ്ട്രോളിനും ഇത് കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ടച്ച് വുഡ് ഇതുവരെ അതിനൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുകയോ അല്ലെങ്കിൽ അങ്കിളുടെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഹീസ് വെരി ഹെൽത്തി. അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോ എന്തുകൊണ്ട് ഇവർക്ക് അത് കഴിക്കാൻ അങ്കിൾ? അത് വളരെ നല്ല കാര്യം. അത് അങ്കിളിന് മകൻ കൊടുത്തിട്ടുള്ള ഒരു റൊട്ടീൻ ആണല്ലോ. അതേ റൊട്ടീൻ തന്നെ ബാക്കി കൂടുതലുള്ള ആൾക്കാരും കഴിക്കണം എന്ന് ഒരു ശാഠ്യം പിടിക്കുന്നിടത്താണല്ലോ ഇതുപോലുള്ള ആർഗ്യുമെന്റ്സ് വരുന്നത്, ഇതുപോലുള്ള കോമന്റ്സും ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസും വരുന്നത്. കാരണം ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് ആ രശ്മി എന്ന് പറയുന്ന അമ്മയുടെ വായിൽ നിന്ന് വ്യക്തമായിട്ട് വരുന്നുണ്ട് എനിക്ക് അതിനോട് ഇഷ്ടമല്ല, എനിക്ക് ടേസ്റ്റ് ഉള്ളത് എന്തെങ്കിലും വേണം, എനിക്ക് എന്തെങ്കിലും ചായ കൂടി അല്ല ഒരു ബിസ്ക്കറ്റ് കഴിക്കണം എന്ന് അവരുടെ വാ കൊണ്ട് പറയുന്നതാ. നമ്മൾ ആരും പറഞ്ഞുണ്ടാക്കുന്നതല്ല. അതാണ് മെയിൻ കാര്യം. അതുകൊണ്ടല്ലേ ഇത്രയധികം വന്നത്. ഇതിൽ എന്തുകൊണ്ട് അവരിത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അങ്കിളിന്. ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് ഞാൻ എന്റെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഞാൻ കീറ്റോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം ഞാൻ ഈ പറയുന്ന പോലെ ഈ മീറ്റും അങ്ങനത്തെ ഭയങ്കര ഹെവി ഫാറ്റുള്ള കാര്യങ്ങൾ തന്നെ കഴിച്ച് എനിക്ക് മടുത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ സംഭവം നിർത്തി.
അപ്പം എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. പക്ഷെ എന്റെ കൂടെ എനിക്കറിയാവുന്ന പല ഫ്രണ്ട്സും കീറ്റോ കുറെ മാസങ്ങൾക്ക് ശേഷം ചെയ്ത് നല്ല റിസൾട്ട് വരുത്തിയവരും കീറ്റോ കൊണ്ട് മാത്രം വെയിറ്റ് ലോസ് ചെയ്തവരുമുണ്ട്. അപ്പം ചിലർക്ക് അത് ഓക്കെ ആയിരിക്കും, ചിലർക്ക് അത് ഓക്കെ ആയിരിക്കില്ല. അങ്കിൾ അത് എന്തോ ആയിക്കോട്ടെ, അത് വെയിറ്റ് ലോസ് നടത്തണമെന്ന് ആഗ്രഹമുള്ളവർക്കല്ലേ. ആ ഒരു അമ്മയുടെ ഒരു സംസാരത്തിൽ പോലും, അത്രയും ലെങ്ത് ഉള്ള വീഡിയോയുടെ ഒരു ഭാഗത്ത് പോലും ഞാൻ ഡയറ്റിലാണ്, എനിക്ക് വണ്ണം കുറയ്ക്കണം, ഞാൻ അതുകൊണ്ടാണ് ഇത് ഫോളോ ചെയ്യുന്നത്, എനിക്ക് ഇതുപോലുള്ള ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്, എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇതിനകത്തോടെ നടക്കുന്നുണ്ട്, എൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങളാണ് കിട്ടുന്നത്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള ആരും വീഡിയോ ചെയ്യത്തില്ല. അങ്ങനെ ഒരു സാധനം വരാത്തത് കൊണ്ടും കിട്ടുന്ന സാധനം വേറെ ആയതുകൊണ്ടുമാണ് ഇത്രയധികം നെഗറ്റിവിറ്റികൾ വരാനുള്ളൊരു കാരണം. പെർഫെക്റ്റ്ലി സ്യൂട്ട് ആവുന്നുണ്ട്. അങ്കിൾ ഹെൽത്തി ആയിട്ടും അങ്കിൾ ആ ഡയറ്റ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും മട്ടൺ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്നതോ അല്ലെങ്കിൽ രാവിലെ എഗ് കഴിക്കുന്നതോ അങ്കിളിന് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അങ്കിൾ അത് കഴിക്കുന്നു. ഒരിക്കൽ പോലും ഇത്രയും ദിവസം ഇപ്പം എത്രയാ, ജാനുവരി 3 കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും അങ്കിളിന്റെ അടുത്ത് അങ്കിൾ ഒരിക്കലും അമ്മയടുത്ത് പറഞ്ഞിട്ടില്ല നീ ഈ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ നീ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും അങ്കിൾ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ എന്താ ആര് പറഞ്ഞു? ബിസ്ക്കറ്റ്, എനിക്ക് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കണം ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ബിസ്ക്കറ്റ് എന്തിനാ? ബിസ്ക്കറ്റ് ഒന്നും കഴിക്കല്ലേ, അത് കഴിച്ചുകൂടാ. അതുകൊണ്ട് അതിനകത്ത് മറ്റേ വാൾനട്ട്സ്, വണ്ടിപ്പരിപ്പ് ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചല്ലോ, നിങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാ ഇതുപോലെ ഒന്ന് വെള്ളം അടിക്കുന്നത്? താല്പര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്. അമ്മ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു കുറെ പേരുണ്ട് നമ്മുടെ ഈ ഡയറ്റ് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റയിൽ തന്നെ കുറെ റീൽസ് കാണുന്നതിലും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേഴ്സണലി ഉള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ രാവിലെ കഴിക്കുന്നത് എഗ്ഗാണ്. ഒരുപാട് പേര് ചിലപ്പോൾ അതിന്റെ കൂടെ ഒരു ബ്രൗൺ ബ്രെഡ് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ എഗ്ഗ് ആയിരിക്കും കഴിക്കുന്നത്, ബോയിൽ ചെയ്ത്. അല്ലെങ്കിൽ എഗ്സ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ രാവിലെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അത് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ മനുഷ്യൻ കൊടുക്കുന്നത്. അല്ലാണ്ട് രാവിലെ ഹെൽത്തിയാ കൊടുക്കുന്നത് നമുക്ക് മനസ്സിലായി. പക്ഷെ ആ ചേച്ചി ഇതൊരിടത്തും ഡയറ്റിന്റെ കാര്യമോ ഞാനിത് ആഗ്രഹിച്ച് കഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് വ്യക്തമാകണേ. പിന്നെ ഈ ഒരു സാധനം തന്നെ പറയുന്നത്, ഞാൻ തന്നെ വീണ്ടും പറഞ്ഞത് റിപ്പീറ്റ് വരുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ വീണ്ടും അതിനെ ന്യായീകരിച്ച് നോർമലൈസ് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും പറഞ്ഞ കാര്യം പറയേണ്ടി വരുന്നത്. പഴങ്കഞ്ഞി മാത്രം നീ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്നും കഴിക്കണ്ട. പട്ടിണിക്കല്ലല്ലോ ഇടുന്നത്. ഇത്രയും എന്താ പറയാ വില കൂടിയ നെയ്യില് സോട്ട് ചെയ്ത് അവര് ഒരു 4 എഗ്ഗ് വീതമാണ് ഓരോ ദിവസം കഴിക്കുന്നത്. ഈ ഒരു ഹെൽത്തി ഒരു ഫുഡ് ഫോളോ ചെയ്തതിന് ശേഷം ടച്ച് ഞാൻ പറയുന്നു ബ്രോ, ഹെൽത്തി ഫുഡ് വേറെ, ടേസ്റ്റി ഫുഡ് വേറെ. ഒരാൾക്ക് ഹെൽത്തി ഫുഡാണ് ആഗ്രഹമെങ്കിൽ ഓക്കെ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ടേസ്റ്റി ഫുഡ് ഇഷ്ടമുള്ള ഒരാൾക്ക് ഹെൽത്തി ഫുഡ് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. രണ്ട് സാധനമാണ്, അത്രേ ഉള്ളൂ. ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ക്വാണ്ടിറ്റി അധികം വേണ്ടി വരത്തില്ല. ഈ പറഞ്ഞതുപോലെ ചെറിയ കുറച്ച് സാധനങ്ങൾ ഒരു ഡ്രൈക്കകത്ത് ഒരുങ്ങുന്ന ഒരു സാധനം മതിയായിരിക്കും. പക്ഷേ ടേസ്റ്റി ഫുഡ് എന്ന് വരുമ്പോഴത്തേനും അത്യാവശ്യം ബൾക്കി ആയിട്ടിരുന്ന് കഴിക്കും. അങ്ങനെ കഴിച്ച് ശീലമുള്ളവർക്ക് അത് തന്നെ വീണ്ടും പറ്റത്തുള്ളൂ. അല്ലാതെ വരുമ്പോഴത്തേന് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. പിന്നെ എപ്പോഴായിരിക്കും അവർ കഴിക്കുന്നത്? ഇതുപോലുള്ള ഏതെങ്കിലും കൊളസ്ട്രോൾ ഇഷ്യോ, ഡയറ്റ് വേണ്ടി വരും, അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും അവർ ചിലപ്പോൾ ഹെൽത്തി ഫുഡിലോട്ട് കൺവേർട്ട് ആവുന്നത്. അല്ലാത്ത പക്ഷേ ഈ പറയുന്ന ഒന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്റെ അമ്മയുടെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. എന്റെ അമ്മ കല്യാണത്തിന് മുന്നേ അമ്മയ്ക്ക് കാലുവേദന, നടുവേദന, അമ്മയ്ക്ക് കാലിൽ സർജറി ചെയ്തിട്ടുള്ള ആളാണ്, മുട്ടിന്റെ അവിടെ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇപ്പൊ നടക്കുന്നതിന് പ്രശ്നമില്ല. അമ്മയ്ക്ക് വേറെ ആസിഡിറ്റി ഇഷ്യൂസും, ഭയങ്കരമായിട്ട് ആസിഡിറ്റിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു. അതിന്റെ ഇഷ്യൂസ് ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഓക്കെ ആയി. അമ്മ ഇതുവരെ കല്യാണത്തിന് ശേഷം എനിക്ക് അയ്യോ മോളെ അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, നടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾ എന്ത് മക്കളാണ്, നിങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോന്ന്. ഞങ്ങളിവിടെ ഞങ്ങളുടെ അമ്മേനെ എപ്പോ വിളിക്കുന്നോ, എന്ത് വിളിക്കുന്നോ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റും. ഈവൻ ദോ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എന്റെ യൂട്യൂബില് ഇനി ഇവിടെ വീഡിയോസ് ചെയ്യണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊരു നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഒരു കാറ്റഗറി എന്റെ പാട്ട് പാടുന്നത് ഇഷ്ടം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷനോ എക്സ്പ്ലെയിനോ കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു സാധനത്തിന് ഇവർ ന്യായീകരിച്ച് വേറൊരു രീതിയിലേക്ക്, വേറൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നു. നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം. കമന്റ് ഇട്ട ആൾക്കാർക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുഴപ്പം. അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ആ വീഡിയോയിൽ ആ ഫുഡ് റൂട്ടീൻ പറയുന്നതിനകത്ത് വ്യക്തമായിട്ട് ആ അമ്മ അതിനകത്ത് അത്ര തൃപ്തിയല്ല എന്ന്
വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. നല്ലൊരു ആഹാരമല്ല, നല്ലൊരു ഫുഡല്ല, താൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ല തനിക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഭർത്താവായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് കാര്യത്തിന് പുറത്ത് ഞാനത് കഴിച്ചു പോകുന്നു. എനിക്ക് 4 മണിക്കൊക്കെ എന്തെങ്കിലും ബിസ്ക്കറ്റ് കഴിക്കണമെന്ന് ആഗ്രഹമാണ്, എനിക്ക് ഇച്ചിരി ടേസ്റ്റ് ഉള്ള, എനിക്ക് ഇത്തിരി ചോറൊക്കെ കഴിക്കണം, അച്ഛനാണ് ചോറൊന്നും കഴിക്കത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരാളുടെ ഇഷ്ടമില്ലായ്മയാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ അതിനെ വന്ന് ഈ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടൊരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് ശരിയായില്ല. അത് ശരിയാവില്ല, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അത് കാണുന്നവർക്ക് വ്യക്തമായിട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല നിങ്ങൾ കൊടുത്ത എക്സ്പ്ലനേഷൻ അതിൻ്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആണെന്നുള്ളൊരു കാര്യം.